ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി പുറത്തേക്ക് വന്നിരിക്കുന്നു. അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ KR ജ്യോതിലാൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ബജറ്റ് ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി പുറത്തേക്ക് വന്നിരിക്കുന്നു. 9 മണിക്കാണ് നിയമസഭയിൽ ബജറ്റ് പ്രസംഗമുള്ളത്. അതിന് മുന്നോടിയായി എല്ലാ തവണയും ഈ ബജറ്റ് ധനകാര്യമന്ത്രിമാർ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ഈ അച്ചടിച്ച ഈ ബജറ്റ് കൈമാറും. കഴിഞ്ഞ തവണയൊക്കെ KN ബാലഗോപാൽ അവതരിപ്പിച്ചത് അവിടെ അദ്ദേഹം ഐപാഡ് ഇല്ല, അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരിൽ നിന്നും കോപ്പിയുമായി അദ്ദേഹം ഉള്ളിലേക്ക് പോകുന്നതാണ് കണ്ടത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നിയമസഭയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുള്ളൂ. അച്ചടി വകുപ്പിൽ നിന്ന് ബജറ്റിൻ്റെ അച്ചടിച്ച കോപ്പി ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ ഏറ്റുവാങ്ങി. അർജുൻ കൂടി നമുക്കിപ്പോൾ തുടരുന്നുണ്ട് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന്. അർജുൻ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ വരുമാന വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ധനവിനിയോഗത്തിലൊക്കെ നെടുന്തൂണായിട്ട് നിന്നത് കിഫ്ബി ആയിരുന്നു. ഈ കിഫ്ബി ഇത്തവണത്തെ ബജറ്റിൽ അതിനെ എങ്ങനെയാണ്, ഇപ്പം കിഫ്ബി ഒരു തട്ടിപ്പാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിരിക്കവേ ഈ VD സതീശൻ അടക്കമുള്ള ആളുകളുടെ കോൺഗ്രസിൻ്റെ ഒക്കെ പ്രതികരണം വന്നത്. അപ്പം ഈ ആദ്യ ബജറ്റ് അവതരിക്കുമ്പോൾ കിഫ്ബി മുൻ സീറ്റിൽ നിന്നും പിൻ സീറ്റിലേക്ക് മാറാനുള്ള സാധ്യതയാണോ, അതോ കിഫ്ബിയിൽ ഒരു അടിമുടി പരിഷ്കരണമാണോ പ്രതീക്ഷിക്കേണ്ടത്? സേതു, അങ്ങനെ തന്നെയാണ്. ധവളപത്രത്തിൽ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ വിയോജിപ്പുകൾ വ്യക്തമായിരുന്നു. കടുത്ത നിയന്ത്രണം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് ധവളപത്രത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരുകളിലെ പ്രത്യേകിച്ച് LDF സർക്കാരുകളിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതികളുടെയൊക്കെ ഒരു വരുമാന സ്രോതസ് തന്നെ കിഫ്ബി ആയിരുന്നെങ്കിൽ അത് മാറുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 2 സർക്കാരുകളുടെ കാലത്ത് ഏതാണ്ട് 1 ലക്ഷം കോടിക്കടുത്ത് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് കിഫ്ബി വഴിയാണെങ്കിൽ ഇനി അങ്ങോട്ട് അതായിരിക്കില്ല സാഹചര്യം. മറ്റ് വരുമാന സ്രോതസ്സുകൾ സംസ്ഥാനം തേടും. അതോടൊപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്യും. ഇനി തൊട്ട് ഈ നേരിട്ട് കിഫ്ബിക്ക് പണം കൈമാറുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും എന്നുള്ളത് ധവളപത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എങ്ങനെയൊക്കെയാണ് കിഫ്ബിയുടെ മേൽ നിയന്ത്രണം വരുത്തുക എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. സംസ്ഥാന സർക്കാർ മറ്റ് വരുമാനം വഴി വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സേതു പറഞ്ഞതുപോലെ തന്നെ പിൻസീറ്റിലേക്ക് കിഫ്ബി മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന നിലയ്ക്ക് ഈ കടലുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുടെ സാധ്യതയായിരിക്കും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരും വലിയ പ്രതീക്ഷ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഒരു പരിപാടിക്കകത്താണ് ജീവനക്കാർക്ക് വിസ്മയം ഉണ്ടാകുമെന്ന് അന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ DA കുടിശ്ശികയുടെയൊക്കെ ഒരു വിതരണം അതൊക്കെ പെട്ടെന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ജീവനക്കാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് പോവുക. അതും വൈകാതെ ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ധവളപത്രത്തിൽ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ആളുകളെ കൂടുതൽ ബാധിക്കാത്ത തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അതിൽ ഈ നികുതി വരുമാനം അത് കൂട്ടുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി കാണുന്നത്. ഒരുപാട് കുടിശ്ശികകൾ നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റ് പ്രതീക്ഷകളും വിശേഷങ്ങളോട് ഞാൻ അർജുനിലേക്കും ബുനിലിലേക്കും വീണ്ടും തിരികെ എത്താം.